കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024-25 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ എല്ലാ ഡൗട്ടുകളും, നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ ഡൗട്ടുകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് മാത്രം നിങ്ങൾ കമൻ്റ് ഇട്ട് ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അവസാനം വരെ നമ്മൾ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ്സുകൾ, നോട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികൾ വരുന്ന ഒരു ടെലിഗ്രാം ചാനലാണ്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രീവിയസ് ഇയർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ നാളെ 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. 20-ാം തീയതിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. ഓൾറെഡി നിങ്ങൾ കൊടുത്തതിൻ്റെ ബേസിസിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുണ്ട്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഇതിന് മുമ്പേ എടുത്ത അഡ്മിഷൻ ക്യാൻസൽ ആവുമോ, മാനേജ്മെൻറ്റ് ക്യാൻസൽ ആവുമോ, കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, ഇങ്ങനത്തുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഓൾറെഡി കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെൻറ്റ് വന്നു. അതിൻ്റെ അഡ്മിഷൻ ഇന്നലെയും ഇന്നുമായിട്ടാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ വിദ്യാർത്ഥികൾ മാക്സിമം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഇനി വരുന്ന കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ വരുമ്പം എന്തൊക്കെ ചെയ്യണം ഓരോരുത്തരുടെ ആയിട്ട് പറയാം. ഒന്ന്, ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. SC ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ 930 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾ 1850 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഏത് ടൈമാണ്, ഏത് ദിവസമാണ് കോളേജിൽ ചെല്ലേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ്, കോളേജ്, ഇങ്ങനത്തുള്ള ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഫീസുമായിട്ട് കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്, പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുത്തിട്ട് പുതിയ കോളേജ് വരുവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ സപ്ലിമെൻ്ററി കൊടുത്തത്. അപ്പം നിങ്ങൾക്കൊരു കോളേജ് വരുവാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് നേരത്തെ ഉള്ള കോളേജ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതായിരിക്കും. കാരണം അത് യൂണിവേഴ്സിറ്റി ക്യാൻസൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പുതിയ അഡ്മിഷൻ അലോട്ട്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പഴയ കോളേജിൽ തുടരാനായിട്ട് സാധിക്കത്തില്ല. പുതിയ കോളേജ് കിട്ടുമ്പോൾ ആ കോളേജിൽ നിങ്ങൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് നേരിട്ട് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി ഫീസ് അടച്ച വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പഴയ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റും ഫീസും എല്ലാം തിരിച്ചു വാങ്ങി പുതിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇതാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയവരുടെ കാര്യം. ഇനി കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ, ഇന്നലെയും ഇന്നുമായിട്ടും കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി പുതിയ കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പുതിയ കോളേജിൽ പോയി നിങ്ങളുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി എടുത്ത കോളേജിൽ നിന്ന് TCയും സർട്ടിഫിക്കറ്റും എല്ലാം വാങ്ങി നിങ്ങൾക്ക് പുതിയ കോളേജിൽ പോയി കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ പുതിയ കോളേജ് സപ്ലിമെൻ്ററിയിൽ കിട്ടുന്ന കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഇനി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരികയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പം താല്പര്യമില്ലാത്തൊരു കോളേജാണ് കിട്ടിയത്, ഓൾറെഡി കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ കോളേജിൽ തുടരാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തുടരാം. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ഇല്ല, നിർബന്ധമില്ല. കാരണം കമ്മ്യൂണിറ്റി കോട്ടയും മെറിറ്റ് അഡ്മിഷനും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററിയിൽ വരുന്ന കോളേജിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. പക്ഷേ ഓൾറെഡി മെറിറ്റ്
പ്രൈവറ്റിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് മാറ്റം വന്നാൽ അവർ പെർമനൻറ്റ് നിർബന്ധമായിട്ടും പുതിയ കോളേജ് അഡ്മിഷൻ എടുക്കണം. പക്ഷേ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ ആ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തുടരാം. ഇനിയല്ല സപ്ലിമെൻ്ററി കിട്ടിയ കോളേജാണ് സാറ്റിസ്ഫൈഡ് എങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് മാറാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും. മാനേജ്മെൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയ കോളേജാണ് സാറ്റിസ്ഫൈഡ് എങ്കിൽ ആ കോളേജിൽ തന്നെ തുടരാം. നിങ്ങൾ പുതിയ കിട്ടുന്ന കോളേജിലേക്ക് മാറണമെന്നില്ല. ഇനിയല്ല നിങ്ങൾക്ക് സപ്ലിമെൻ്ററി കിട്ടിയ കോളേജ് ഓക്കെ ആണ്, നിങ്ങൾക്ക് അതാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കോളേജിൽ നിന്നും TCയും സർട്ടിഫിക്കറ്റും എല്ലാം വാങ്ങി പുതിയ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു 3 കാറ്റഗറി സ്റ്റുഡൻസ് ആണ് നാളത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നാളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.